ഞാൻ ഗിദെയോൻ. എന്റെ കഥ തുടങ്ങുന്നത് ഇസ്രായേലിലാട്ടോ. കഷ്ടതയുടെ ദിനങ്ങളായിരുന്നു അത്. പുറത്തിറങ്ങിയാൽ ശത്രുക്കൾ തട്ടുവെന്ന് ഉറപ്പായോണ്ട് ഒരു മുന്തിരിച്ചക്കിന്റെ കുഴിയിൽ ഒളിച്ചിരുന്ന് ഗോതമ്പടിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു മാലാഖ വന്നിട്ട് വിളിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 12-ാം വാക്യം. ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. കേട്ടപ്പോ ഞാൻ മാലാഖയോട് ചോദിച്ചു, ഏഞ്ചൽ നിങ്ങൾക്ക് ആള് മാറിയോ? പക്ഷെ ടാർഗറ്റ് ഞാനാണെന്ന് മനസ്സിലായപ്പോ ഞാനൊരു സിമ്പതി കാർഡും ഒരു ദാരിദ്ര്യം കാർഡും ഇട്ടു നോക്കി. എന്നാലും പുള്ളിക്കാരൻ വിട്ടില്ല എന്ന് മാത്രല്ല, എന്നോട് പറയാണ് യുദ്ധത്തിന് പോകാൻ. സംഗതി തലേന്ന് പോണില്ല എന്ന് കണ്ടപ്പോ ഒരിക്കലും നടക്കാത്ത 2 ടെസ്റ്റുകൾ ഞാൻ മാലാഖയ്ക്ക് കൊടുത്തു. ടെസ്റ്റ് നമ്പർ 1, നാളെ ഞാനൊരു കുപ്പായം പുരപ്പുറത്ത് വെക്കും. നാളെ രാവിലെ ആ കുപ്പായം മാത്രം നനയണം, തറ ഉണങ്ങിയിരിക്കണം. ടെസ്റ്റ് നമ്പർ 2, സംഗതി തറ നനയണം, തുണി ഉണങ്ങിയിരിക്കണം. 2 നടന്നു. ഇതോടെ ഒരു കാര്യം വളരെ ക്ലിയർ ആയി. മച്ചാൻ എന്നെയും കൊണ്ടേ പോവുള്ളൂ എന്ന്. ഞാനൊരു 32,000 പേരെ കൂട്ടി ഇറങ്ങി. പക്ഷെ ദൈവം പറഞ്ഞു, ഇത്രയും പേർ വേണ്ട, ജയിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ അഹങ്കരിക്കുമെന്ന്, പേടിയുള്ളവർ പൊയ്ക്കുമെന്ന്. ഞാൻ പറഞ്ഞ ഗ്യാപ്പിൽ 22,000 പേർ സ്ഥലം വിട്ടു. ദൈവം പറഞ്ഞതനുസരിച്ച് ബാക്കിയുള്ള 10,000 പേരെ പുഴക്കരയിൽ കൊണ്ടുപോയി. അയ്യെപ്പോലെ നക്കി വെള്ളം കുടിച്ചവരെ ഒഴിവാക്കി. കൈകൊണ്ട് കോരി വെള്ളം കുടിച്ച 300 പേരെ മാത്രം തിരഞ്ഞെടുത്തു. അങ്ങനെ ലക്ഷക്കണക്കിന് വരുന്ന ശത്രുപ്പടയെ നേരിടാൻ വെറും 300 പേർ കൊണ്ട് അടിച്ചു പരത്തിക്കളഞ്ഞു. യുദ്ധം ജയിക്കാൻ കൊണ്ടുപോയ ഐറ്റംസ് ആണ് ഇതിന്റെ ഹൈലൈറ്റ്. വാളില്ല, പരിചയില്ല, പകരം ഒരു കൊമ്പ് അഥവാ പീപ്പി, മൺപാത്രം, കലത്തിനകത്ത് ഒളിപ്പിച്ചു വെച്ച ഒരു തീപന്തം. രാത്രി ശത്രുക്കളുടെ പാളയത്തെ ഞങ്ങൾ വളഞ്ഞു. ഞാൻ സിഗ്നൽ കൊടുത്തതും 300 പേരും കൂടി ഒരേ സമയം ആ കല കൊണ്ട് അടിച്ചു പൊട്ടിച്ചു. എന്നിട്ട് തീപന്തം ഉയർത്തിപ്പിടിച്ച് കൊമ്പ് ഊതി വല്ലാത്തൊരു ബഹളം ഉണ്ടാക്കി. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റ ശത്രുക്കൾ വലിയ ഏതോ പട്ടാളം വന്നിട്ടുണ്ടെന്ന് വെച്ച് പരസ്പരം വെട്ടി മരിച്ചു. ഒടുവിൽ ഗിദെയോനും ടീമും ഒരു തല്ല് പോലും കൊള്ളാതെ ജയിച്ചു. മച്ചാന്മാരെ, തിന്മയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ നീ ഒരു ചെറുവിരൽ അനക്കിയാൽ കോടാനുകോടി സ്വർഗീയ സൈന്യങ്ങൾക്ക് നിനക്ക് വേണ്ടി അണിനിരക്കും. പക്ഷേ ഈ ചെറുവിരൽ ഒന്ന് അനക്കി കിട്ടാൻ എളുപ്പല്ല മക്കളെ, എളുപ്പല്ല.